ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ടാക്സ് സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹായ്, ഞാൻ സുബിൻ വി ആർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആവേശത്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് കേട്ടോ. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതായത് സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്, ദെൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് മാത്രം. ഇതുപോലെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ലക്ഷക്കണക്കിന് രൂപ തന്നെ ടാക്സും അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് 1 കോടി രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത് 15 ലക്ഷം രൂപയിൽ കൂടുതലാണ്. ഇനി ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ വരും. ഇനി നിങ്ങൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് ഈ 1 കോടി രൂപ ലഭിച്ചിരിക്കുന്നതെങ്കിൽ 30 ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കും നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, അവർ പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ, നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ ഒരു ടാക്സ് അടയ്ക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. എന്നാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ടാക്സ് പ്ലാനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ലോങ് ടൈം ആവട്ടെ, സിങ്ക് ട്രേഡ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ഇൻട്രാഡേ ട്രേഡോ, നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിൽ പോലും, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ, അതായത് ഇതുപോലെയുള്ള ഭൂരിഭാഗം ടാക്സ് എമൗണ്ടുകളും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ടാക്സ് വെട്ടിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. അതായത് ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ചാണ്, ടാക്സ് സേവിങ്സിനെ കുറിച്ചാണ്. അതായത് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ടാക്സ് സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിലെ ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ ആ കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് ആ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് സേവ് ചെയ്യാനായിട്ട് ഈ കോഴ്സ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക.